reality can be whatever I want. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിന്റെ ആദ്യത്തെ ഡയറക്ടർ അല്ലെങ്കിൽ ഡോക്ടർ സ്ട്രേഞ്ച് ആദ്യത്തെ മൂവിയുടെ ഡയറക്ടർ തന്നെയായ നമ്മുടെ സ്വന്തം സ്കോട്ട് ഡെറിക്സൺ ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് ഡയറക്ട് ചെയ്യത്തില്ല. മാർവലുമായിട്ട് എന്തോ ചെറിയ രീതിയിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് ഡ്രോപ്പ് ഔട്ട് ചെയ്തായിരുന്നു. That was quick. അതിനുശേഷം നമുക്ക് കിട്ടിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അനുസരിച്ച് കറന്റ്ലി സ്പൈഡർമാൻ ട്രയോളജി സ്പൈഡർമാൻ 1, 2, 3 ഡയറക്ട് ചെയ്ത സാം റൈമി തന്നെ ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് ഡയറക്ട് ചെയ്യാൻ സംഭവിച്ചിരിക്കുകയാണ്. സോ ആ ഒരു നിലവിലാണ് ഇപ്പൊ നമുക്ക് കിട്ടിയ കറന്റ് അപ്ഡേറ്റ്സ് ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്. My name is Dr. Stephen Strange and I have some questions for you. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഡയറക്ടേഴ്സിനെ കുറിച്ച് അല്ല, കുറച്ച് പ്ലോട്ട് ലീക്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിനെ പറ്റി കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ. എന്റെ പേര് ആൽബിനെ ടോക്സ് നമ്മൾ എന്ന് പറയാൻ പോകുന്ന ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിലെ കുറച്ച് അപ്ഡേറ്റ്സും പ്ലോട്ട് ലീക്സും കാര്യങ്ങളൊക്കെയാണ്. സോ ആദ്യം തന്നെ മാർച്ച് 25, 2022 കറന്റ്ലി പറയുവാണെങ്കിൽ അടുത്ത വർഷം വരാനിരിക്കുന്ന ഒരു പടമാണ് ഡോക്ടർ സ്ട്രേഞ്ച് 2 അല്ലെങ്കിൽ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് എന്ന് തന്നെ പറയാം. ഇവൻ എല്ലാം നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. വാണ്ട ലോക്കീസ് കണക്ഷൻ സീക്വൽ പ്രീക്വൽ കാര്യങ്ങളൊക്കെ മൾട്ടിവേഴ്സ് ലോക്കി തുറന്നു വിടുന്നു, വാണ്ട ക്രിയേറ്റ് ചെയ്യുന്നു, റിയാലിറ്റി ആയിട്ട് വരുന്നു, വാണ്ട വേഴ്സസ് ഡോക്ടർ സ്ട്രേഞ്ച് ഫൈറ്റ് വരുമോ ഇല്ലയോ കാര്യങ്ങളൊക്കെ നിലവിലുണ്ട്. ബട്ട് ഏറെക്കുറെ നമുക്കറിയാലോ കഴിഞ്ഞ മാസം കുറച്ച് 10 മാസങ്ങൾക്ക് മുമ്പൊക്കെ ആയിരുന്നു ഈ ഒരു ഡോക്ടർ സ്ട്രേഞ്ച് ഓഫ് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിന്റെ ഡയറക്ടർ തന്നെ ഡ്രോപ്പ് ഔട്ട് ചെയ്തത്. അതെന്തോ മാർവലുമായിട്ട് എന്തോ കശപിശ കുറച്ച് ഉടക്കം കാര്യങ്ങളൊക്കെ ഉണ്ടായി തന്നെയാണ് ഡോക്ടർ സ്ട്രേഞ്ചിന്റെ ഫസ്റ്റ് ഡയറക്ടർ ഡോക്ടർ സ്ട്രേഞ്ച് 2 ഡ്രോപ്പ് ഔട്ട് ചെയ്തത്. അപ്പോൾ തന്നെ നമ്മുടെ സാം റൈമി സ്പൈഡർമാൻ വന്നിട്ടുണ്ട്. സാം റൈമി വന്നിട്ടുണ്ട് തന്നെ പറയാം. സ്പൈഡർമാൻ പെട്ടെന്ന് വായോ എന്നാണ് കേട്ടോ. സോ സ്പൈഡർമാൻ ട്രയോളജി അതായത് ടോബി മെക്യൂറിന്റെ 3 സ്പൈഡർമാൻ ഡയറക്ട് ചെയ്ത അതേ എക്സ്പീരിയൻസ് കൂടി തന്നെ നമ്മുടെ മാർവലിലേക്ക് വീണ്ടും വരികയാണ് നമ്മുടെ സ്വന്തം ഡോക്ടർ സ്ട്രേഞ്ച് 2 മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് ഡയറക്ട് ചെയ്തുകൊണ്ട് സാം റൈമി. I know what it feels like. It feels good. ലോക്കി സീരീസ് എപ്പിസോഡൊക്കെ ഞാൻ റിവ്യൂ ചെയ്യുമ്പോഴും എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴും എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ലോക്കിയുടെ അതേ സ്ക്രിപ്റ്റ് റൈറ്റർ തന്നെയാണ് ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിന്റെ രണ്ടാമത്തെ സ്ക്രിപ്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഫൈനൽ സ്ക്രിപ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ലോക്കിയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ തന്നെയാണ്. സോ ആ ഒരു സീക്വലും പ്രീക്വലും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ കിട്ടിയ ഒരു ലീക്ഡ് പ്ലോട്ട് എനിക്ക് ഇച്ചിരി അട്രാക്ടിങ് ആയിട്ട് തോന്നിയത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ കമന്റ് ചെയ്യാം. Appears to be a standard sequence violation. ഒരു ചെറിയൊരു ഡയലോഗ് നറേഷൻ പോലെയാണ് ഈ ഒരു ലീക്ക് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെയായിരുന്നു, എൻഡ് ഗെയിം കഴിഞ്ഞ് ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് ടൈം സ്റ്റോണിനെ പറ്റി പഠിക്കുകയായിരുന്നു. അതിനു മുമ്പ് അവന്റെ പഴയ ഒരു ഫ്രണ്ട് ആയിരുന്ന ഒരാൾ ഇപ്പോൾ ഒരു എനിമി ആയിട്ട് ഒരു വലിയ ഈവിളിനെ തന്നെ അൺലീഷ് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ഇംഗ്ലീഷിൽ എഴുതിയ ഒരു കോട്ട് രീതിയിലാണ് ഈ ഒരു പ്ലോട്ടിൽ ലീക്ക് ആയിരുന്നത്. ആ ലീക്ക് ആയ സമയത്തൊക്കെ ഇത് വമ്പൻ വൈറലായിരുന്നു എന്ന് തന്നെ പറയാം. ഇപ്പോഴും അതിന്റെ ആ ഒരു ചൂട് ഇപ്പോഴും നിലവിൽ നിൽപ്പുണ്ട്. സോ ഇതാണ് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ടൈം സ്റ്റോൺ ഇല്ലാതെ എങ്ങനെ ടൈം സ്റ്റോണിനെ പറ്റി പഠിക്കും. നമുക്ക് നോക്കാം. Strange is meant to be the best of us. So he must have done it for a reason. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എൻഡ് ഗെയിമില് നമ്മുടെ താനോസ് ഏറ്റവും അവസാനം സ്റ്റോൺസിനെ വെച്ച് തന്നെ സ്റ്റോൺസ് ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു സീൻ ഉണ്ടല്ലോ, തോർ വന്ന് തലയൊക്കെ വെട്ടുന്ന സീൻ, അത് ഓർമ്മയുണ്ടല്ലോ. ആ ഒരു സീനിൽ നതാഷ അല്ലെങ്കിൽ ബ്ലാക്ക് വിഡോ ചോദിക്കുന്നുണ്ട് എവിടെയാണ് സ്റ്റോൺസ്, അവർക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ എവിടെയാ സ്റ്റോൺസ് എന്ന് പറയണമെന്ന് പറയുന്ന ആ ഭാഗത്ത് താനോസ് പറയുന്നുണ്ട് ഐ യൂസ് ദ സ്റ്റോൺസ് ടു ഡിസ്ട്രോയ് ദ സ്റ്റോൺസ്. അതിന്റെ ഇടയ്ക്കത്തെ ഒരു ഡയലോഗും കൂടെ മാറിപ്പോയത് ഇറ്റ് ഗോട്ട് റെഡ്യൂസ്ഡ് ഇൻ ടു ആറ്റംസ്. അതായത് സ്റ്റോൺസ് ടോട്ടലി ഡിസ്ട്രോയ് ആയിട്ടില്ല, അത് ഓരോ ആറ്റമായിട്ട് ഡിസ്ട്രോയ് ആയി പോയെന്നോ പറഞ്ഞിട്ടുള്ളൂ. സോ റെഡ്യൂസ്ഡ് ഇൻ ടു ആറ്റംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Gone. Reduced to atoms. സോ ഇൻ കേസ് ടൈം സ്റ്റോണിനെ പറ്റി പഠിക്കുന്നതെന്ന് ഈ ഒരു നിലവിൽ കിട്ടിയ ലീക്ക് അനുസരിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഡോക്ടർ സ്ട്രേഞ്ച് 1ന്റെ അകത്ത് അവൻ ഫുള്ളി പഠിക്കുന്നുണ്ട് ടൈം സ്റ്റോണിനെ പറ്റി. ആ ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ എങ്ങനെ റെഡ്യൂസ് ആയ ഈ ഒരു ടൈം സ്റ്റോണിനെ എൻറ്റയർലി പുതുതായിട്ട് ഉണ്ടാക്കാം അല്ലെങ്കിൽ ടൈം സ്റ്റോൺ വീണ്ടും ക്രിയേറ്റ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം നമുക്കറിയാവുന്ന ഈ ഡൊർമാമുനെ പോലെ ഒരു നമ്പർ 1 A ക്ലാസ് വില്ലനെ നമ്മുടെ ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് ആ ഒരു ടൈം ലൂപ്പ് കാരണമുള്ള ടൈം സ്റ്റോൺ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ഡൊർമാമു എർത്തിൽ നിന്ന് പോയത്. സോ ടൈം സ്റ്റോൺ ഇല്ലെന്ന് ഡൊർമാമുവിന് അറിഞ്ഞാൽ ഉറപ്പായിട്ടും ഡൊർമാമു തിരിച്ചു വരും. ഇനി അവനെ ഒരു ടൈം ലൂപ്പിൽ ഇടാൻ ഡോക്ടർ സ്ട്രേഞ്ചിന് കഴിയുമോ ടൈം സ്റ്റോൺ ഇല്ലാതെ? എൻഡ് ഗെയിം കഴിഞ്ഞ് കുറച്ച് നാൾക്ക് ശേഷം റൂസോ ബ്രദേഴ്സ് തന്നെ അതായത് എൻഡ് ഗെയിമിന്റെ ഡയറക്ടേഴ്സ് തന്നെ ഒരു നിലവിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഫിനിറ്റി സ്റ്റോൺസ് ഇതുവരെ ഡിസ്ട്രോയ് ആയിട്ടില്ല, അത് ആറ്റംസ് ആയിട്ട് റെഡ്യൂസ് ചെയ്തേ. സോ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം വ്യക്തമാക്കാം, ഈ ഒരു ലീഗിലെ ആദ്യത്തെ സിഗ്നിഫിക്കൻസ് അതായത് ടൈം സ്റ്റോണിനെ പറ്റി പഠിക്കുക എന്ന് പറയുന്ന ആ ഒരു കാര്യം പെർഫെക്റ്റ്ലി ട്രൂത്ത് ആകാൻ കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് വീണ്ടും ആ ഒരു റെഡ്യൂസ് ആയ ഇൻഫിനിറ്റി സ്റ്റോൺസിനെ ഒരു ഇൻഫിനിറ്റി സ്റ്റോൺ ആക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതായിരിക്കും പഠിക്കുന്നതെന്ന് തന്നെ എനിക്ക് തോന്നുന്നു.
എൻഡ് ഗെയിം എന്ന് പറയുന്ന സിനിമയിൽ ഏൻഷ്യൻ വൺ ഹൾക്കിനോട് പറയുന്ന പോലെ തന്നെ ഈ ഒരു ഇൻഫിനിറ്റി സ്റ്റോൺസിന്റെ അകത്ത് ഏതെങ്കിലും ഒന്ന് മാറിപ്പോയാൽ റിയാലിറ്റി എൻ്റെ യൂണിവേഴ്സിന്റെ റിയാലിറ്റി തന്നെ സ്റ്റെബിലിറ്റി എന്ന് മാറിപ്പോൾ മൾട്ടിവേഴ്സ് ബ്രാഞ്ച് ആവും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ ഇപ്പോഴാണ് ഒരാളുടെ പ്രാധാന്യം ഇവിടെ വരുന്നത്, നമ്മുടെ സ്വന്തം വാണ്ട. ഇപ്പോൾ നിലവിൽ അറിയുന്ന സ്കാർലറ്റ് വിച്ച് അല്ലെങ്കിൽ മോസ്റ്റ് പവർഫുൾ അവഞ്ചർ റൈറ്റ് നൗ എന്ന് വേണമെങ്കിൽ പറയാം, കറന്റ്ലി എന്ന് പറയാം. കാരണം ഓരോ സിനിമ കൂടുന്നതോറും സ്കാർലറ്റ് വിച്ചിന്റെ പവേഴ്സ് കൂടി വരികയാണ്. അങ്ങ് സിവിൽ വാറിൽ അൾട്രോൺ ഇൻട്രൊഡ്യൂസ് ചെയ്തു, സിവിൽ വാറിൽ പൊളിച്ചടുക്കി വക്കാണ്ട് നമ്മുടെ എൻഡ് ഗെയിം ഇൻഫിനിറ്റി വാറിലെല്ലാം പവർ കൂടിക്കൊണ്ട് വരിക. വാണ്ടാവിഷൻ സീരീസ് കണ്ടവർക്കും അത് അറിയാവുന്ന കേസാണ്. വാണ്ടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വാണ്ടാവിഷൻ സീരീസ് കണ്ടവർക്ക് അറിയാം, അവളൊരു എൻറ്റയർ ടൗൺ ഒരു റിയാലിറ്റി രീതിയിൽ ഉണ്ടാക്കി അവളുടെ ഭാവനയിൽ ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ അവൾ അത് ഇമോഷനായി അതെല്ലാം റിയൽ ആണെന്ന് വിചാരിച്ചു ഒരു കെയോസ് തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം മൈൻഡ് സ്റ്റോൺ വെച്ച്, അതായത് റിയാലിറ്റിയിൽ വിഷനെ ഉണ്ടാക്കിയപ്പോൾ മൈൻഡ് സ്റ്റോണിന്റെ പവർ അനുകരിക്കുന്ന രീതിയിൽ റിയാലിറ്റിയിൽ നമ്മളെ കുറച്ച് ഫേക്ക് ആയിട്ട് വാണ്ടാവിഷൻ സീരീസിൽ നമ്മൾ കാണിച്ചതാണ്. ഇങ്ങനെയാണെങ്കിൽ ഒരു എൻറ്റയർ ലോകത്തെ തന്നെ റിയാലിറ്റിയിലാക്കുവാണെങ്കിൽ 6 ഇൻഫിനിറ്റി സ്റ്റോണിനും വാണ്ടയ്ക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് വെറും ഫാൻ തിയറി മാത്രമാണ്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഒന്നാമത്തെ സിഗ്നിഫിക്കൻസ് എന്ന് കിട്ടിയത്. ഇനി രണ്ടാമത്തെ സിഗ്നിഫിക്കൻസ്, അതായത് ഒരു പഴയ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവനിപ്പോൾ എൻ്റെ എനിമിയാണ്, അവനാണ് എൻ്റെ പ്ലാൻസ് എല്ലാം, അതായത് ടൈം സ്റ്റോണിനെ പറ്റി പഠിക്കുന്നു, ഞാൻ ചെയ്യുന്ന എല്ലാം പ്ലാൻസ് മുഴുവൻ മുടിപ്പിക്കുന്നതെന്ന് തന്നെ പറയാം. സോ ഈ ഒരു എനിമി ആരാണ്? ഓഫ് കോഴ്സ് ഫസ്റ്റ് നമ്മുടെ ചോയ്സ് വരുന്ന മോർഡോ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഏൻഷ്യൻ വണ്ണിനെ അത്രയധികം വിശ്വസിച്ച മോർഡോ ഏൻഷ്യൻ വണ്ണ് ഇമ്മോർട്ടാലിറ്റിക്ക് വേണ്ടി ഡാർക്ക് ഡയമെൻഷനിൽ നിന്ന് പവർ അൺലീഷ് ചെയ്തുകൊണ്ടിരിക്കുക. അവൻ അറിഞ്ഞപ്പോൾ അവൻ എൻറ്റയർലി തകർന്നു പോയി. She does draw power from the dark dimension. ഇനിയിപ്പോൾ ഞാൻ ആരുടെ വഴി പിന്തുടരുന്നുള്ള ഒരു ഡൗട്ട് വരെ അവനായിപ്പോയി. ബട്ട് നമ്മുടെ സ്വന്തം ഡോക്ടർ സ്ട്രേഞ്ചും മോങ്ങും ഒക്കെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി വന്നപ്പോൾ സിനിമയുടെ അവസാനം നമ്മൾ കണ്ടതുപോലെ തന്നെ എന്നെ പറയുന്നത് മോർഡോ എൻറ്റയർലി മാറി ഒരു ഈ വില്ലൻ ലൈക്ക് സ്ട്രക്ചർ തന്നെ ആയിപ്പോയി മോർഡോ എന്ന് പറയാം. മോർഡോ ഏറ്റവും അവസാനം നമ്മൾ ആദ്യം കണ്ട ആ ഒരു സ്പൈനൽ കോഡ്, അവനെ ആ ഒരു സോൾസറിന്റെ ആ ഒരു സ്ഥലത്ത് പോയിട്ട് ഞാൻ ഇനി എല്ലാ സോൾസറിനെ കൊല്ലുക, ടു മെനി സോൾസേഴ്സ് എന്ന് പറയുന്നത്, അതിനത്രേ ഉള്ളൂ എല്ലാ സോൾസേഴ്സിനെ അവൻ കൊന്നുകൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. Too many sorcerers. സോ മോർഡോ ആയിരിക്കാം ഒരു ഓൾഡ് ഫ്രണ്ട്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഡോക്ടർ സ്ട്രേഞ്ച് സിനിമ കണ്ടവർക്ക് അറിയാം, ആദ്യത്തെ ഒരു മെന്ററും ഫ്രണ്ടും കമ്പാനിയനും എല്ലാം ആയിരുന്നു മോർഡോ. പിന്നെ എങ്ങനെയാണ് മോർഡോ മാറിയെന്നറിയാം, മോർഡോയുടെ വിശ്വാസം പോയത് എങ്ങനെയാണെന്നറിയാം. സോ എൻറ്റയർലി ആൻ ഓൾഡ് ഫ്രണ്ട് ടേൺ ടു എ വില്ലൻ എന്ന് ഇതിന്റെ അകത്ത് പരാമർശിക്കുമ്പോൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് വരുന്ന മോർഡോനെ തന്നെയാണ്. That is hilarious. സെക്കൻഡ് ചോയ്സ് ബട്ട് ഓൺലി ഫാൻ തിയറിയാണ്. ഇതാരാന്ന് വെച്ചാൽ വാണ്ടനെയാണ് സൂചിപ്പിക്കുന്നത്. ഓഫ് കോഴ്സ് സ്കാർലറ്റ് വിച്ച്. ബട്ട് എനിക്ക് തോന്നുന്നില്ല ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ചും വാണ്ടയും തമ്മിലുള്ള ബന്ധം അധികം നമുക്ക് കാണുന്നില്ല. അവർ ആദ്യമായിട്ട് കാണുന്നത് തന്നെ എൻഡ് ഗെയിമിലെ ഫൈനൽ ബാറ്റിലാന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ ടോണി സ്റ്റാർക്കിന്റെ ഫ്യൂണറിൽ എങ്ങനെ അവർ സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു സീക്വൻസോ സ്ക്രീൻ ഓഫ് സീൻസോ ഒന്നും നമ്മളെ കാണിച്ചിട്ടില്ല. അപ്പം ആ ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ചിനെ പറയാമായിരുന്നു വാണ്ടയോട്. കാരണം ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് ലോക്കി എന്തിനാണ് ഇവിടെ വന്നതെന്ന് അറിയാം, തോർ റഗ്നോർക്കിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ വരെ വന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു മാജിക് ഉള്ള ഡാർക്ക് വേൾഡ് വരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള സുപ്രീം സോഴ്സറിന് വാണ്ടനെ അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ തന്നെ ഓൾഡ് ഫ്രണ്ട് എന്ന് ഉദ്ദേശിച്ച്, അതായത് എൻഡ് ഗെയിമിൽ ഇവർ പരിചയപ്പെട്ടിട്ടുണ്ടാവാം, അത് കഴിഞ്ഞ് വീണ്ടും ഇവർ തെറ്റിയിട്ടുണ്ടാവാം, റിയാലിറ്റി ഫേക്ക് ആണ് ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് സ്കാർലറ്റ് വിച്ചിനോട് പറയുമ്പോൾ അവളത് മനസ്സിലാക്കുന്നില്ല, അവളുടെ മക്കളെ ഫേക്ക് ആയിട്ടുള്ള മക്കളെ തരഞ്ഞു പോകുമായിരിക്കും, വീണ്ടും വേറൊരു യൂണിവേഴ്സിൽ നിന്ന് റിയൽ മക്കൾ വരാനും ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോഴും ഒരു ഓൾഡ് ഫ്രണ്ട് ടേൺ ഇൻടു ആൻ വില്ലൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ പറ്റി ഒരു ബേസിക് നോളജ് കിട്ടുന്നതാണ്. സോ ഇതാണ് നമ്മുടെ മെയിൻ തിയറി എന്ന് പറഞ്ഞാൽ, അതായത് വാണ്ടാവിഷൻ വേഴ്സസ് ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച്, പ്രൈം സുപ്രീം സോഴ്സർ വേഴ്സസ് സ്കാർലറ്റ് വിച്ച് ആണ് അതിൻ്റെ അകത്തെ മെയിൻ ഓഫ് ഹൈലൈറ്റ്സ് അട്രാക്ഷൻ എന്ന് തന്നെ പറയാം. സോ അതാണ് രണ്ടാമത്തെ തിയറിയിൽ നിന്ന് നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റിയത്. ഏറ്റവും അവസാനത്തെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്ന ഈ ഒരു കാരണം ഒരു അൺസ്പോക്കബിൾ ഈവിളിനെ അവൻ അൺലീഷ് ചെയ്തിട്ടുണ്ട്. ഇതേ ഡയലോഗാണ് വാണ്ടാവിഷൻ സീരീസിലെ ഏറ്റവും അവസാനം അഗാർത്ത നമ്മുടെ സ്വന്തം വാണ്ടയോട് പറയുന്നത്, നീ ഒരു വലിയൊരു ഈവിളിനെയാണ് അൺലീഷ് ചെയ്തിരിക്കുന്നത്, നിനക്ക് എൻ്റെ അടുത്ത് തന്നെ വരുന്നുള്ള രീതിയിൽ ഒരു ഡയലോഗ് ആ സമയത്തുണ്ടായിരിക്കും. ബട്ട് നമ്മൾ കുറേ നേരത്തെ തെറ്റിദ്ധരിച്ചു, ആരാണ് മെഫിസ്റ്റോ ആയിരിക്കുമോ? ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ബട്ട് ഈ ഒരു കാര്യത്തിൽ നമ്മൾ പറയുന്ന ആരെയെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഡൊർമാമോനെ വേണമെങ്കിൽ കൂട്ടാം. കാരണം ടൈം സ്റ്റോൺ ഇപ്പം നിലവിലില്ല. ആ ഒരു ടൈം സ്റ്റോൺ ഉണ്ടായിരുന്ന ആ ഒരു ലൂപ്പിന്റെ വട്ട് പിടിക്കുന്ന രീതിയിലുള്ള ഒരു ലൂപ്പ് ആയതുകൊണ്ട് മാത്രമാണ് ഡൊർമാമോ പോയത്. ഡൊർമാമോ, ഐ കം ടു ബാർഗൻ അല്ലേ. Oh God, you don't know what you've done. സോ ഡൊർമാമോ സ്റ്റിൽ എ ത്രെഡ് തന്നെയാണ്. ബട്ട് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ആ ഒരു വില്ലൻ ആരാന്ന് വെച്ചാൽ നൈറ്റ്മെയർ ആകാനാണ് ചാൻസ് കൂടുതൽ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലോക്കി സീരീസും നമ്മുടെ സ്വന്തം ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ചിന്റെ സീരീസും സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യുന്ന സെയിം പുള്ളി തന്നെയാണ്. അതിൻ്റെ അകത്ത് മോർബിയസ് ലോക്കിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നൈറ്റ്മെയർ എന്ന് പറയുമ്പോഴേക്കും അവൻ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു എൻറ്റയർ സെക്ഷൻ നൈറ്റ്മെയറിന് തന്നെ ഉണ്ടെന്ന്, TVA എന്ന് പറയുന്ന ഏജൻസിക്ക്. അങ്ങനെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നൈറ്റ്മെയർ ഇതുവരെ അറിയത്തില്ലാത്തവർക്ക് ഒരു ബേസിക് ക്ലൂ ഞാൻ തരാം. ചുമ്മാ പറയുകയാണെങ്കിൽ നൈറ്റ്മെയർ എന്ന് പറയുന്ന മറ്റുള്ളവരുടെ ഉറക്കത്തിലെ സ്വപ്നങ്ങളിലും പേടികളിലും അവനെ പാരാസൈറ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു ഡ്രീം
ഡ്രീം ഡയമെൻഷനിലുള്ള ഒരു മൾട്ടി ഫിക്ഷണൽ സയൻസ് ഫിക്ഷണൽ വില്ലനാണ് നൈറ്റ്മെയർ. നൈറ്റ്മെയറിനേക്കാളും കുറേ വില്ലൻസ് ഉണ്ട്, ബട്ട് കൂടുതലും തിയറീസ് പറയുന്നത് ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് അല്ലെങ്കിൽ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിലെ വില്ലനായിട്ട് വരാൻ ചാൻസ് ഉള്ള ഒന്നാം നമ്പർ എന്നാ പറയുന്നത് ഒരു സസ്പെക്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം നൈറ്റ്മെയർ ഗോഡ് തന്നെയായിരിക്കും. നൈറ്റ്മെയർ വരുവാണെങ്കിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ കണക്ഷൻ കിട്ടുന്നത് നമ്മുടെ സ്വന്തം ഗോസ്റ്റ് റൈഡറിനെ തന്നെയാണ്. വൺ ഓഫ് ദി മോസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സൂപ്പർ ഹീറോ പടങ്ങളിൽ വെച്ചാണെങ്കിലും ഒരു ഡാർക്ക് പടങ്ങളിൽ വെച്ചാണെങ്കിലും ഒരു ഹൊറർ മൂഡ് പടങ്ങളിൽ വെച്ചാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ കുഞ്ഞിനെ കണ്ട ഒരു പടം കൂടെയാണ് ഗോസ്റ്റ് റൈഡർ എന്ന് തന്നെ പറയാം. സോ ഗോസ്റ്റ് റൈഡർ കൂടെ കറന്റ് MCUയിലേക്ക് വരികയാണെങ്കിൽ വേറെ ലെവലാകും തന്നെ പറയാം. സോ ഇനിയിപ്പം ഗോസ്റ്റ് റൈഡറിനെ കാസ്റ്റ് ചെയ്യാൻ അദ്ദേഹം തന്നെ വരണമെന്നില്ല. കാരണം എന്നാ പറയുന്നത്, ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഇത് കൂടാതെ നൈറ്റ്മെയർ തന്നെ സെർവ് ചെയ്യുന്ന ഒരു ഗോഡും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിന്റെ പേര് ഞാൻ കറക്റ്റായിട്ട് നോക്കിയപ്പോൾ കിട്ടിയില്ല, അറിയാമെങ്കിൽ കമന്റ് ചെയ്തേക്കെ. നൈറ്റ്മെയർ തന്നെ ആ ഒരു ഗോഡിനെ സെർവ് ചെയ്യുന്നു. ആ ഒരു ഗോഡ് ആയിരിക്കാം ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ വരുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, സ്കാർലറ്റ് വിച്ചിനെ പോലെ ഒരു പവർഫുൾ മാജിക് ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ചിനെ പോലെ ഒരാൾക്ക് അവളെ തോപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ തോർ, അതായത് ഒരു ഗോഡിന് പോലും സ്കാർലറ്റ് വിച്ചിനെ തോപ്പിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിലാണ് MCU പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കോമിക്സിലെ ഹൾക്കിനെ അല്ല സിനിമാറ്റിക് യൂണിവേഴ്സിൽ അവർ കാണിച്ചത്. ആ ഒരു ബേസിൽ നോക്കുകയാണെങ്കിൽ പവർ കൂടിയത് കുറഞ്ഞ ആരാന്ന് ഇപ്പൊ കറന്റ് നമുക്ക് സിനിമാറ്റിക് യൂണിവേഴ്സിൽ പറയാനേ പറ്റത്തില്ല. കോമിക്സിൽ നമുക്ക് കൃത്യം പറയാം, നമുക്കറിയാം തോറിന്റെ ഡിഫറെന്റ് വേർഷൻസ് ഒക്കെ വേറെ ലെവലാന്ന് തന്നെ പറയാം. So take mine and end this. അറ്റ് ലാസ്റ്റ് നമ്മുടെ ഫൈനൽ സസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ മെഫിസ്റ്റോ ആണ്. നമ്മൾ ഈ പറഞ്ഞു മടുത്തു, വാണ്ടാവിഷൻ ഫുള്ള് മെഫിസ്റ്റോ എന്ന് പറഞ്ഞ ഡേറ്റ അവസാനം ഒന്നും അല്ലായിരുന്നു എന്നാ പറയുന്നത്. ബട്ട് ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ചിലെങ്കിലും മെഫിസ്റ്റോനെ കൊണ്ടുവരാം. കാരണം മാർവൽ ഇനിയും കുറെ സൂപ്പർ കോമിക് വില്ലനെയൊക്കെ കൊണ്ടുവരാനുണ്ട്. അല്ലാസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് എന്ന് പറയുന്ന സിനിമയിൽ 2 പുതിയ ക്യാരക്ടേഴ്സിനെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, മിസ് അമേരിക്കയും പിന്നെ നമ്മുടെ ഡോക്ടർ ഡ്രൂയിഡും. ഇതാരാന്ന് പറഞ്ഞാൽ മിസ് അമേരിക്ക ഒരു എൻറ്റയർലി പുതിയ ഒരു ക്യാരക്ടർ തന്നെയാണ്. അതൊരു സിമിലർ ടു എന്നാ പറയുന്നത് ഒരു അവഞ്ചേഴ്സ് തന്നെയാണ്. ഡോക്ടർ ഡ്രൂയിഡ് ആരാന്ന് ചോദിച്ചാൽ ഇത്ര പറയാനുള്ളൂ, വേറൊരു ഡയമെൻഷനിലെ സോർസറർ സുപ്രീം ആണ് ഡോക്ടർ ഡ്രൂയിഡ്. ഈ 2 പേരും നമ്മുടെ ഈ ഒരു സിനിമയിൽ വരുമെന്നുള്ളതിന് ഏകദേശം കൺഫേം ആണെന്ന് പറഞ്ഞാൽ പോലെ 100% കൺഫേം ആയി. മിസ് അമേരിക്ക കൺഫേം ആയി. ഡോക്ടർ ഡ്രൂയിഡിന്റെ കാര്യമാണ്, വേറൊരു ഡയമെൻഷനിലെ സുപ്രീം സോഴ്സറും കൂടെ ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ചിന്റെ കൂടെ കൂടും. അതായത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് ഇപ്പൊ സുപ്രീം സോഴ്സറിലെ നേതാവാണ്, അല്ലെങ്കിൽ വിശാന്തികൾ എന്ന് പറയും. ഏതായാലും ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിന്റെ ഗൂഗിൾ കാസ്റ്റ് ലിസ്റ്റിൽ കിടക്കുന്ന ബ്രൂസ് കാംഫീൽഡ് തന്നെയായിരിക്കും നമ്മുടെ സ്വന്തം ഡ്രൂയിക് എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാന്ന് നമുക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ലെറ്റ് വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന നിലവിൽ കറന്റ് കിട്ടിയ അപ്ഡേറ്റ്സ് ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് പ്ലോട്ടിലേക്കൊക്കെ പ്ലസ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഇങ്ങനെയൊക്കെ ആയിരിക്കുമോ കഥകൾ? അല്ലെങ്കിൽ ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ചിന്റെ ആ ഒരു രണ്ടാമത്തെ സിനിമ സ്പൈഡർമാൻ നോ വേ ഹോമിന്റെ ഡയറക്റ്റ് സീക്വൽ തന്നെയായിരിക്കും? നോ വേ ഹോമിൽ അവന് വില്ലന്മാരെല്ലാം, അതായത് സ്പൈഡർമാന്റെ ആ ഒരു യൂണിവേഴ്സിൽ നടക്കുന്ന വില്ലന്മാരെല്ലാം, അതായത് എല്ലാ യൂണിവേഴ്സിലും നടക്കുന്ന വില്ലന്മാരും അപ്പോൾ തിരിച്ചു വരണമല്ലോ. അങ്ങനെയാണെങ്കിൽ സ്പൈഡർമാന്റെ മാത്രം കാര്യങ്ങളായിരിക്കും നോ വേ ഹോമിൽ നടക്കുക, അല്ലെങ്കിൽ ഇതിന്റെ ഒരു സീക്വൽ തന്നെയായിരിക്കും ഡോക്ടർ സ്ട്രേഞ്ച്? നിങ്ങളത് കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്നാ പറയുന്നത്, കൂടുതലൊന്നും പറയാനില്ല എന്ന് തന്നെ പറയാം. നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്താൽ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. നമ്മൾ ഡെയിലി മൂവി സ്റ്റാപ്സ് ഒക്കെയാണ് അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അടുത്ത കാണാം. നെക്സ്റ്റ് വീഡിയോ. Look around you. It's over. I will follow this path no longer. Because I see at long last what's wrong with the world. Too many sorcerers. You well know sometimes one must break the rules in order to serve the greater good. You still think there will be no consequences, Strange? No price to pay. Learning of an infinite multiverse includes learning of infinite dangers. And if I told you everything else that you don't already know, you'd run from here in terror. Do not tamper with natural law. Defend it. We broke our rules just like her. The multiverse, there's no sorcerer supreme to defend it.